ഒരു കമ്പിൽ എർത്തുണ്ട് കേട്ടോ, അതുകൊണ്ട് കുനിഞ്ഞു വരണം കേട്ടോ. എങ്ങാണം വലിയ ഉരുൾപൊട്ടെല്ലാം കാണാൻ വന്ന് വീണിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് കയറി ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇല്ല അവന്മാർ എത്തിയില്ല. അവന്മാര് നമ്മൾ കാട്ടിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മാമ്പഴത്തറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നേരം നിങ്ങൾ മാമ്പഴത്തറ ഫോറസ്റ്റിനുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അല്ല, ഇത്രയും നേരം എന്ന് വെച്ചാൽ ഇത് പാർട്ട് 2 ആണ്. നമ്മുടെ പാർട്ട് 1 മാമ്പഴത്തറയുടെ വീഡിയോസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് മാമ്പഴത്തറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഉണ്ടല്ലോ, വേറെ ഒരു ലോകത്തോട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ നാഗമല്ലി എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. കുന്നും അതിൻ്റെ അടുത്തൊരു പച്ചപ്പും, പിന്നെ ഇവിടെ എന്തൊരു കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ കൃഷിയാണെന്ന് തോന്നുന്നു. ആ ഒരു കൃഷിയും ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്തോ പോലെ കേട്ടോ, നല്ല രസമുണ്ട്. വേറെ ഏതോ ലോകത്ത് വന്ന പോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ലൊരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും മാമ്പഴത്തറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അത്ര വലുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ചില പ്രത്യേക ക്ലൈമറ്റിലൊക്കെയാണ് അതൊരു ഭംഗി നിറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു പച്ചപ്പും ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഒരു പക്കാ ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെ ഒന്നും ആയിട്ട് ആ ഒരു സ്ഥലമില്ല. ജസ്റ്റ് ഒരു നമുക്കൊരു കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കാഴ്ച മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മളും അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ശരിക്കും ആ വ്യൂ പോയിന്റിനേക്കായി കൂടുതലൊരു മുതലാവുന്ന യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ യാത്ര. എന്താണ്ട് ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തിനുള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. നമ്മളെ ശരിക്കും ഇത് കൊല്ലം ജില്ലയാണോ എന്ന് തന്നെ ഒരു സംശയമുണ്ട്. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ളേരിയയിലൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലത്തുള്ള നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, പക്ക ഗ്രാമപ്രദേശമായിട്ടുള്ള. അപ്പോൾ അതുപോലത്തുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഒരു തമിഴ്നാടൻ ടച്ചൊക്കെ കൊടുത്തിട്ടാണ് ശരിക്കും ഇവിടുത്തെ വീടുകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും നമ്മൾ തമിഴ്നാട്ടിലെന്തോ വന്നിരിക്കുന്ന പോലെ. അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്തപ്പോൾ വേറെ ഏതോ ലോകത്താണെന്നുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഒരുപാട് ദൂരെ സഞ്ചരിച്ച് വന്ന പോലെ ഉണ്ട് എനിക്കിപ്പോൾ ഇവിടുത്തെ കാണുമ്പോൾ. അത്രയ്ക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വരുന്നത് ചാലിയക്കര റൂട്ടാണ്. ചാലിയക്കര മാമ്പഴത്തറ അങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഇപ്പോൾ പുനലൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കഴുതുരുട്ടി വഴി നിങ്ങൾക്ക് മാമ്പഴത്തറ അമരാട് ഹിൽസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് ചാലിയക്കര അക്വാഡേറ്റ് അതുപോലെ തന്നെ മാമ്പഴത്തറ അമരാട് ഹിൽസ് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. എല്ലാം അടുത്തടുത്തായിട്ട് കുറേ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ കിടക്കുന്നതാണ്. എന്തായാലും വരുമ്പോൾ നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കയറിയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറുവൻ താവളം എന്ന് പറയുന്ന ചെറിയൊരു കവലയാണ് കേട്ടോ. ഈ ഒരു കവല ചെറിയ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളമോ സാധനം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അവിടെ ഒരു ചെറിയ ചായക്കട എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചായ കുടിക്കാനാണെങ്കിൽ കഴിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ പശുക്കളെയൊക്കെ കണ്ടോ, ഇങ്ങനെ അഴിച്ച് വിട്ടേക്കുവാണ് കേട്ടോ. ഇങ്ങനെ മേയ്ക്കാനൊന്നും പ്രത്യേകിച്ച് ആളില്ല. അവർ സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി നടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നല്ലൊരു പ്രകൃതി ഭംഗി. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. എവിടെ പോകാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, എങ്ങോട്ടോ പോകുന്നു. ഇത് എന്തോ ഒരു പള്ളിയുണ്ടോ അവിടെ, അങ്ങോട്ട് പോകുന്നത്. ശരിക്കും ഇവിടെ നടന്ന് തന്നെ പോകണം. വണ്ടി ഉണ്ടെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ നടരാജൻ വണ്ടി തന്നെ ശരണം. സ്ഥലത്തോട്ട് പോവാണ്. എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. കണ്ടു പോകുന്നു അത്രമാത്രം. ഇതിന്റെ ബാക്കി ഇരിക്കുന്നതാണ് ചടങ്ങ്. പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിലും അതെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി ഓടിച്ച് പോയാലും ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല. കാരണം ഈ ഒരു ഭംഗി കിട്ടുമല്ലോ. അവിടെ മല വെക്കണം. ഓഫ് റോഡ് ആ ഇതിൽ കൂടുതൽ എന്ത് വേണം?
ഇരിക്കുന്നത് 3 സാധനങ്ങളും അടിപൊളി സാധനങ്ങളാണ്. 3 വണ്ടിയും പറ്റിയ വണ്ടിയാണ്. ഇവരെത്രയോ ഒരു പള്ളിയിലോട്ട് പോവാണ് അവിടെ നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. ഇതൊരു പള്ളിയിലോട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഏകദേശം ഇപ്പൊ 2 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു. അവിടെ എന്തോ നല്ല സംഭവം കണ്ടു കേട്ടോ. അല്ല മറ്റേ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളതാണ്. ഒന്നൊന്നര കാറ്റും വേണ്ടടാ വേണ്ടെന്ന് പറയാൻ കാരണം ഒന്നൊന്നര കാറ്റും ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ പോകുന്നതെന്ന് അറിയത്തില്ല. പെട്ടിരിക്കുകയാണ്. എടാ എങ്ങോട്ടാ ഈ പോകുന്നത് സ്ഥലം? ഓടെ എടുത്ത് എണീറ്റ് എന്നത് കാന്തരിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആരും ഇല്ല, തടയാൻ ആരും ഇല്ല. ആ കയറി പോകാൻ പറഞ്ഞോ? ആ വേണ്ടേ കേട്ടോ. അവിടെ ആ ഒരു കമ്പിൽ എർത്തുണ്ട് കേട്ടോ, അതുകൊണ്ട് കുനിഞ്ഞു വരണം കേട്ടോ. നമ്മളെടുത്ത് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് കയറി പൊക്കോളാന്നാ പറഞ്ഞില്ലയോ, അതുകൊണ്ടാണ് നമ്മൾ കയറി പോന്നെ കേട്ടോ. നമ്മൾ ആ കുറുവൻ താവളം ആ ഒരു കവലയിൽ എത്തിയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഉള്ളോട്ട് പോകുന്ന കണ്ടിട്ട് നമ്മൾ ചോദിച്ചു ഇവരെല്ലാം എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അവർ പള്ളിയിലെടുത്തോട്ട് പോവുകയാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്, അതുവഴി പോയാലും നിങ്ങൾക്ക് റോഡ് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറിയതാണ്. അപ്പോൾ പക്ഷേ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഭംഗിയുള്ള സ്ഥലമാണെന്ന്. നമ്മൾ ആദ്യം വിചാരിച്ച കന്തരിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമായിരിക്കും, പക്ഷേ കന്തരിപ്പാറ എന്ന് പറയുന്ന സ്ഥലമല്ല. ഈ കാണുന്ന ഈ ഒരു പള്ളിയുടെ പേരാണ് കന്തരിപ്പാറ നേർച്ചപ്പള്ളി എന്നാണ് ഈ ഒരു പള്ളിക്ക് പറയുന്നത്. അപ്പോൾ ഈ പള്ളിയിലോട്ടാണ് അവിടെ നിന്നുള്ള ആൾക്കാർ വന്നത് കേട്ടോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഈ പള്ളിയും ഈ പള്ളിക്ക് ചുറ്റുമുള്ള ഈ റബ്ബറും കാടും ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത്. മറ്റ് വീടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും ഇതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും മാമ്പഴത്തറ വ്യൂ പോയിന്റ് കാണാൻ പോകുന്നവർക്കാണെങ്കിൽ ശരിക്കും ഈ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് തന്നെ വേണം പോകാൻ. ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുറുവൻ താവളം എന്ന് പറഞ്ഞാൽ ചെറിയ കവലയുണ്ട്. ആ കവലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു കാഴ്ച കാണാൻ പറ്റും. ഈ ഒരു പാറയ്ക്ക് മുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു പള്ളിയും അതിന് ചുറ്റുമുള്ള ഈ കാടും ഈ ഒരു വെള്ളച്ചാട്ടവും ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ച് നല്ലൊരു കാഴ്ചയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഇതൊരു പള്ളിയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാനോ മറ്റ് പരിപാടികൾക്കൊന്നും നിൽക്കാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാം. പള്ളി തന്നെയാണോ? കുറ്റാലമാ അടുത്താണോ? നമ്മുടെ രാജാത്തോട്ടം തന്നെ കയറുമോ സംശയമാ. ഇനി ഇതിലേ കൂടെ കയറിയിട്ട് നമ്മൾ നേരെ ഇനി മെയിൻ റോഡ് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കയറും. അത് എങ്ങോട്ടുള്ള റോഡാണെന്നൊന്നും അറിയത്തില്ല, വെച്ചങ്ങ് അലക്കുക ഇല്ലയോ, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊന്നും അല്ല നമ്മൾ പോകുന്നത്, നമ്മൾ വേറെ ഏതൊക്കെയോ സ്ഥലത്ത്. അതെ 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 വലിയ പാറ എന്തുകൊണ്ട് ഇതിന് ഇവിടെ എങ്ങനെ വന്ന് വീണതില്ലയോ? പണ്ടെങ്ങാണം വലിയ ഉരുൾപൊട്ടെല്ലാം വന്ന് വീണിരിക്കും. ഒരു നീല നമ്മളൊരു വലിയ മല എടുത്തല്ല, ഒരു പാറക്കല്ലിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഈ പാറ എങ്ങനെ വന്ന് കാണില്ലയോ? തള്ളിയില്ലല്ലേ, അല്ലെ വലിയ ഉരുൾപൊട്ടെല്ലാം എങ്ങനെ വന്നതായിരിക്കും പണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ അടുത്ത് വണ്ടി ഞാൻ ഇതുകൊണ്ട് ഒരുത്തൻ അവിടെ ഒരു പുഴുവിനെ കണ്ട, അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക. കിട്ടിയ അടിപൊളിയായിരിക്കും കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നത് എനിക്കൊരു ദിശാബോധം ഇല്ല. ഈ പോകുന്ന വണ്ടി ഓടിക്കുന്നവർക്കും ഇല്ല. ഞങ്ങൾക്ക് കിട്ടിയ കാട് ഞങ്ങൾ അടിപൊളിയാക്കുന്നത്.
ആ റോഡ് അങ്ങോട്ടാ പോകുന്നത് നോക്കട്ടെ. അല്ല ആ റോഡ് അവിടെ പോയി തീരുക. അവന്മാര് വന്നോ? ഇല്ല, അവന്മാർ എത്തിയില്ല. അവന്മാരിങ്ങും കഴിഞ്ഞ് ഇവിടെ 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 എത്തി. വെള്ളത്തിൽ വീണോ? നോക്കാം, നമ്മുടെ പിള്ളേർ അതിലെ കൂടെ വന്നിട്ടെ. എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കാനുള്ള ഇത് കിട്ടിയോന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം നല്ലൊരു വെള്ളം ഒഴുകുന്ന ഒരു പാതയുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ, എനിക്ക് അങ്ങ് വരണമായിരുന്നു. ഇതൊക്കെ എങ്ങോട്ടാണോ എങ്ങനോ അറിയത്തില്ല. അവന്മാരുടെ ഫ്രണ്ടിൽ പക്ഷെ വെള്ളം അങ്ങ് താഴെ ആയിരുന്നടാ. അല്ല, ഞാനങ്ങ് ഇറങ്ങണമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു. അപ്പോഴത്തേക്ക് അവന്മാർ കയറി വന്നു. മോനെ മതി. ഇതൊക്കെയായിരുന്നു വീഡിയോ ഫ്രണ്ടിൽ എടുക്കേണ്ടത്. നമ്മൾ വന്ന റോഡാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. ആ ഒരു കുന്നിഞ്ഞേറ്റ. ശരിക്കും ഇതൊരു ഓഫ് റോഡാ മക്കളെ. ശരിക്കും ഇതുപോലത്തുള്ള സ്ഥലങ്ങൾ ഏടി വരണം. ഇവിടെ ഒറ്റ മനുഷ്യരില്ല ഞങ്ങളല്ലാതെ. ചോദിക്കാനുമില്ല, പറയാനുമില്ല. അതെ, ഏതിന്റെയോ ഒരു മണ്ടയ്ക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ കയറി കയറി ഇതൊരു ചുരം പോലെ ആക്കും നിൽക്കണം. തിരിച്ചിറങ്ങേണ്ടി വരും. ഇതിനകത്ത് ഹൈവേ കയറാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഹൈവേ അല്ല, മരയുടെ മണ്ടയ്ക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ശരിക്കും നല്ലൊരു ഓഫ് റോഡ് കേട്ടോ. നമ്മൾ എത്ര ഉയരത്തി വണ്ടി കയറിയാ നോക്കണേ. മോനെ ശരിക്കും ഇപ്പോഴേ ഇതൊരു ഓഫ് റോഡ് ആയത് കേട്ടോ. നമ്മൾ വന്ന വഴിയുണ്ടോ? നമ്മളെ എങ്ങോട്ടോ ദിശ തെറ്റി വന്നു. എന്നാലും കുന്നിന്റെ കൊണ്ടൊക്കെ കയറിയിട്ടുണ്ട്. വേണ്ടടാ, നമുക്ക് ഇനി താഴെ ഇറങ്ങാം. ഇനി അങ്ങോട്ട് ഇല്ലെന്ന് തോന്നുന്നു. നമ്മളെ വന്ന വഴി അതൊക്കെയാണ്. ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം. ഇത്രയും നമ്മൾ ആ ഓഫ് റോഡ് വരെ വന്നേ കേട്ടോ. എന്ത് പൊന്നു. ഇതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ ഇതിലെ കൂടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വീഡിയോയിലും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ജീപ്പ് വെള്ളം പൊഴിക്കുന്നുണ്ട്. അത് റോഡാ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ റോഡ് കൊണ്ടേ അതുകൊണ്ട് അത് റോഡാ. മോനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം താണ്ടെ നമ്മൾ താണ്ടെ അങ്ങനെ എത്തി. വഴി കണ്ടുപിടിച്ച്. ഇത് കണ്ടുപിടിക്കാൻ കുറെ കഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ല മോനെ, അങ്ങനെ ഒരു ഏതോ ഒരു ദിക്കില് താണ്ട് ഇതൊക്കെ മറിഞ്ഞിടക്കുന്നു. आपका रोड അത് വരണ്ട റോഡ്
വാങ്ങി വാങ്ങി വാ കയറി വാ പോ 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 പോട്ടെ പോട്ടെ വാ നീ വാ എടേ വാടാ ആ മാറി പോ 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 വീണതൊക്കെ എടുക്കണേ നേരത്തെ പറഞ്ഞ ഞാനങ്ങ് ചരിഞ്ഞിങ്ങനെ. നമ്മൾ വന്ന റൂട്ടെന്ന് പറയുന്നത് ഈ ഒരു റൂട്ടാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഒരു അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിലേക്കൂടെ കയറി വന്നാൽ റോഡ് എത്തുമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അവർ. പക്ഷെ നമ്മൾ വന്നത് ആ റബ്ബറിൻ്റെ ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ. ഇങ്ങനൊരു റോഡുണ്ടെന്ന് ചിലപ്പോൾ ഇവിടെയുള്ള ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ കുഴപ്പമില്ലല്ലോ, നല്ല രസമായിരുന്നു. ഓഫ് റോഡിൻ്റെ ഒരു ഐരളായിരുന്നു ശരിക്കും. അതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ശരിക്കും ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് പറ്റിയില്ല. അതിലേക്കൂടെയുള്ള പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ റോഡാണ്, അത് ഗ്യാരണ്ടിയാണ്. ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ മാമ്പഴത്തറ വ്യൂ പോയിൻറ്റ് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു അമ്പലവർ മോഡൽ ഫോറസ്റ്റിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഉള്ളോട്ട് കയറുന്ന റോഡാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയായിട്ടുള്ള കറക്റ്റ് റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരു കാഴ്ചയോ ഒരു ഇത് കണ്ടാകത്തില്ല കേട്ടോ. ശരിക്കും ഈ നല്ല റൈഡ് ചെയ്യാനൊക്കെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഓഫ് റോഡ് അടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിലേക്കൂടെ കയറിക്കോ. കറക്റ്റായിട്ട് പറയാം, നമ്മളെ കുറുവൻ താവളത്തിന് അവിടെ നിന്ന് നമ്മളെ ആ കവലെടുത്ത് ചോദിച്ചാൽ മതി. കന്തരിപ്പാറ നേർച്ചപ്പള്ളി അവിടെ നിന്ന് നേരെ ഉള്ളോട്ട് കയറി ഒരു കുറച്ചൊരു 4-6 കിലോമീറ്റർ കയറി വരണം. അവിടെയാണ് നമ്മുടെ ഈ ഒരു റോഡുള്ളത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ വന്ന് ചേരും. ശരിക്കും മാമ്പഴത്തറ വ്യൂ പോയിൻറ്റിനെക്കാട്ടിൽ ഏറെ കാഴ്ചകൾ കിടക്കുന്നത് നമ്മൾ വരുന്ന വഴിയിലുള്ള ആ കാഴ്ചകൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൽ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്താൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ വരുന്ന വഴിയിലുള്ള കാഴ്ചകളുണ്ടല്ലോ അത് വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വന്നിട്ടുള്ളവർക്ക് ആ ഒരു ഇതറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. നമ്മൾ വന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് കാണുന്ന കുറുവൻ താവളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു വഴി റോഡ് വഴി നമുക്ക് വരാൻ പറ്റും. പക്ഷെ നമ്മൾ വന്നത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു വഴിയാണ് വന്നത്. അപ്പോൾ ഇതിലേക്കൂടെ വരേണ്ടവർക്ക് വരാം, പക്ഷേ എല്ലാം സ്വന്തം റിസ്ക്കാണ്. നമ്മൾ കയറി വന്നപ്പോൾ അവർ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് തോന്നുന്ന അത്തരത്തിലുണ്ടെന്ന്. എന്തായാലും നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മളടുത്ത് പൊക്കോളാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ട് റിസ്ക് എടുക്കാൻ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിലേക്കൂടെ വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.